നമസ്കാരം. കുൽദീപിനെ ശരിക്കും ഞാൻ പേഴ്സണലി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെസ്റ്റിൽ. കാരണം ഇന്ത്യക്ക് എന്തെങ്കിലും ഈ കൊച്ചിയിൽ നിന്ന് എടുത്തു തരുന്ന സ്പിന്നേഴ്സ് മാത്രമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യാതിരുന്ന ഗില്ലിൻ്റെ തീരുമാനം വളരെ മോശമായി പോയി എന്നുള്ളത്. അതൊന്ന് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്തു. ഇന്ന് 2 വിക്കറ്റ് ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് കൊടുത്തത് വാഷിംഗ്ടൺ സുന്ദറാണ്. ഈ 2 വിക്കറ്റിൽ 1 വിക്കറ്റോ അല്ലെങ്കിൽ 2 വിക്കറ്റോ ഇന്നലെ ഈവനിങ് ഇന്ത്യക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ. ഇന്ത്യക്ക് ഈ ഗെയിമിൽ ഈ ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗില്ലിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിസോഴ്സിൻ്റെ യൂസേജ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സീരീസിൽ ഉടനീളം പുതിയൊരു ക്യാപ്റ്റനാണ്, ജഡ്ജ് ചെയ്യാനുള്ളൊരു സമയമായിട്ടില്ല എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഇന്ന് ബെൻ സ്റ്റോക്സ് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ സ്പിന്നേഴ്സിനെ കളിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ബെൻ സ്റ്റോക്സിൻ്റെ എതിരെ സ്പിന്നേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്യാതിരുന്നത് അടക്കം ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രൊആക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള അപ്രോച്ച് ഈ ഒരു ഫീൽഡിൽ എടുക്കുന്ന കാര്യത്തിൽ ഗില്ല് പിന്നോട്ടാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നു. ഇതിലിപ്പോൾ ഗില്ലിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കോച്ച്, സെലക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് തെറ്റുകാരാണെന്ന് പറയേണ്ടി വരും പല കാര്യങ്ങളിലും. കാരണം ഇന്ന് അൻഷുൽ കമ്പോജ് ബോൾ ചെയ്ത സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. 125 എറിഞ്ഞാൽ പോരാ. ഒരു ഇന്ത്യയുടെ ഒരു തേർഡ് സീമർ എന്ന് പറയുന്നത് 125 സ്പീഡിൽ എറിഞ്ഞാൽ പോരാ. ഈ ഒരു പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് കണ്ടീഷൻസിൽ അതിപ്പോൾ അൻഷുൽ കമ്പോജ് മോശം ബോളറാണെന്നുള്ളതല്ല, പക്ഷേ അത് പോരാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് സീമറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രസിദ്ധ് കൃഷ്ണയെ ശരിക്കും മിസ് ചെയ്യുന്നൊരു സമയമാണ്. നമ്മൾ എല്ലാവരും പ്രസിദ്ധ് കൃഷ്ണയെ കുറ്റം പറഞ്ഞിരുന്നിടത്തുനിന്ന് ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയെ മിസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുൽദീപ് യാദവിനെ ഇന്ന് മാഞ്ചസ്റ്ററിൽ സെലക്ട് ചെയ്യാതിരുന്ന തീരുമാനം, അതുപോലെ തന്നെ മൊത്തത്തിലൊരു ടീം സെലക്ഷൻ ഡിഫെൻസീവായി പോയി. ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ തോൽക്കാതിരിക്കാനായിട്ടുള്ളൊരു ടീം സെലക്ഷനും അതുപോലെ തന്നെ ഗ്രൗണ്ടിലുള്ള ഡിസിഷൻസും അതുപോലെ തന്നെ ഒരു അഗ്രസീവായിട്ടല്ല എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഡിസിഷൻസ് എടുക്കുന്ന ഗില്ലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് ഗംഭീർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, എല്ലാം പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ്. കാരണം ഇന്ത്യക്ക് നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. ബോളിങ്ങിൽ ബൂംറ അടക്കമുള്ള വേൾഡ് ക്ലാസ് ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷൻ്റെ ഭാഗത്താണ് പാളിച്ച് വരുന്നത്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൻ്റെ ഭാഗത്താണ് പാളിച്ച് വരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ഇന്നത്തെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോ റൂട്ടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ബാറ്റിംഗ് ആണ് ഇന്നത്തെ ദിവസം കണ്ടത്. ടോട്ടലി ഇന്ന് ഇംഗ്ലണ്ട് ഡോമിനേറ്റ് ചെയ്തൊരു ദിവസം തന്നെയായിരുന്നു. ഇംഗ്ലണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. പ്രത്യേകിച്ചും ജോ റൂട്ട് സെഞ്ചുറി അടിച്ചു. ഇനി ജോ റൂട്ടിൻ്റെ മുമ്പിൽ റൺസിൻ്റെ കാര്യത്തിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ ബാറ്റ്സ്മാനായിട്ട് ജോ റൂട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സെഞ്ചുറീസിൻ്റെ കാര്യത്തിൽ സംഘകാരെ മറികടന്ന് ഇനി ജോ റൂട്ടിൻ്റെ മുമ്പിൽ പോണ്ടിങ്, കല്ലിസ്, സച്ചിൻ ടെണ്ടുൽക്കർ ഈ 3 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ലെജൻഡറി സ്റ്റാറ്റ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ജോ റൂട്ട്. ബാറ്റിങ്ങിലെ ആ ഒരു പേഷ്യൻസ്, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിങ്ങിൻ്റെ ശൈലി, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൻ്റെ റൂട്ട് തന്നെയാണ് റൂട്ടെന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പറയേണ്ടി വരും. ഇനി ബെൻ സ്റ്റോക്സ്, ഇന്നത്തെ ദിവസം ബെൻ സ്റ്റോക്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ബെൻ സ്റ്റോക്സിനെ പറ്റി പറയാനുള്ള അവസരം ബെൻ സ്റ്റോക്സ് ഉണ്ടാക്കും. സൂപ്പർബായിട്ടുള്ള ബാറ്റിംഗ്, ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് റൂട്ട് ആൻഡ് ബെൻ സ്റ്റോക്സ്, അവിടെയാണ് ഇംഗ്ലണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അടിത്തറ പാകിയത്. സൂപ്പർബായിട്ടുള്ള ബാറ്റിങ്. പിന്നീട് റിട്ടേൺ ഹേർട്ടായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ബാറ്റിംഗ് ഉണ്ടായി. ആ ഒരു ഡെഡിക്കേഷൻ സമ്മതിക്കാതെ പോയ സൂപ്പർ ബാറ്റിംഗ്. അതുപോലെ തന്നെ ഡൗസൺ, ഇംഗ്ലണ്ടിൻ്റെ ഒരു സത്യം പറഞ്ഞ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് അപാരമാണ്. 10ാം നമ്പർ വരെ അപാര ബാറ്റിംഗാണ്. ഡൗസൺ ഒന്ന് സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ രീതിയിലല്ല. ബൂംറയൊക്കെ നല്ല രീതിയിൽ പുള്ളൊക്കെ അടിക്കാൻ കോൺഫിഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പ്രൊസസ് സിറ്റുവേഷനിൽ വന്നിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ബാറ്റിംഗ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മുന്നോട്ട് അടുത്ത ടെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടി. ഇനി ബ്രൂക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂക്കിൻ്റെ ടെക്നിക്കിൽ നിന്ന് ഔട്ടായ വിധം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ട് വൻ പരാജയമായിരുന്നു. അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, സ്പിന്നേഴ്സിന് കളിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പേടിയുള്ള പോലെയാണ് ബ്രൂക്ക് കളിക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന് ആ ഒരു വിക്കറ്റ് കൊടുത്തത്, ആ ഒരു വീക്ക് ലിങ്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൽ ബ്രൂക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ പറയുന്നത് ബ്രൂക്ക് മോശം ബാറ്റ്സ്മാൻ ആണെന്നല്ല, പക്ഷേ ബ്രൂക്കിൻ്റെ ടെക്നിക്ക് സ്പിന്നേഴ്സിന്, പ്രത്യേകിച്ചും സ്പിന്നേഴ്സിനെതിരെ വരുമ്പോഴത്തേക്ക് കുറച്ച് വീക്കാണ്. ഒരു മെൻ്റലി അത്ര സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അത് പ്രത്യേകിച്ചുണ്ട്. ഒരു ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പ് ഔട്ട്, കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് റീച്ച് ചെയ്ത് വന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ റസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബൂംറ സഹിതം ഒരു സ്പീഡ് കുറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു പഴയ ആ ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. സിറാജ് ഒരുപാട് ഓവർ ട്രൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അൻഷുൽ കമ്പോജിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, പേസ് ഇല്ല. ഇനി സ്പിന്നേഴ്സാണ് കുറച്ചെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും നന്നായിട്ട് ബോൾ ചെയ്യുന്നത്. അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സ്ഥിതിയിൽ ഇന്ത്യക്ക് നാളെ പോകുമ്പോൾ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും ഒരു 10% ചാൻസ് ഇന്ത്യക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം
ഒരു 200 to 220 ലീഡിനകത്ത് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ബാറ്റ് ചെയ്ത് ഒരു 350 to 400 സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, 5th ഡേയിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ വെച്ചിട്ട് ടാക്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ഇന്ത്യക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ചാൻസ് ഉണ്ട്. ഈ മാച്ച് വിൻ ചെയ്യാൻ തന്നെ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഒരു നൂൽപ്പാലമാണ്, അതിലൂടെ ഇന്ത്യക്ക് സഞ്ചരിക്കാനും ആ ഒരു വിന്ന് നേടാനും സാധിക്കട്ടെ. തീർച്ചയായിട്ടും സാധിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 5ാം ദിവസം ഈ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻസ് സ്പിന്നിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു 150 to 200 റണ്ണ് ചേസ് ചെയ്യാൻ ഇംഗ്ലണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ ഇന്ത്യക്ക് സാധിക്കും. ആ ഒരു പിച്ചിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിന് കുൽദീപ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതിന് സാധിക്കുമെന്ന്. പക്ഷേ ജഡേജയും അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെയും വെച്ചിട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ട്രൈ ചെയ്യാവുന്നേ. അതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഏക മാർഗം. ഡ്രോ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡിഫെൻസീവായിട്ട് ഡ്രോയ്ക്ക് വേണ്ടി ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. അതുകൊണ്ട് ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ ഞാൻ കാണുന്നില്ല. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസിനെ മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു 150 to 200 ടാർഗറ്റ് ഇംഗ്ലണ്ടിൻ്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അവസാന ദിവസം ഒരു അവസാനത്തെ 2 സെഷൻ എന്നിട്ട് ഇംഗ്ലണ്ടിനെ ബാറ്റ് ചെയ്യാൻ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിച്ച് ഇന്ത്യക്ക് ജയിക്കാൻ തിരിച്ചു വരാമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നാളത്തെ ദിവസം ഇന്ത്യ എത്രയും പെട്ടെന്ന് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടേണ്ടത് അത്യാവശ്യമാണ്. ഇംഗ്ലണ്ട് എന്തായാലും ക്യുക്കായിട്ട്, ഇപ്പോൾ ബെൻ സ്റ്റോക്സ് വന്ന് ബാറ്റ് ചെയ്യാൻ വന്ന് നമ്മൾ കണ്ടു, ക്യുക്കായിട്ട് റൺ അടിക്കാനായിട്ട് നാളെ ശ്രമിക്കും. രണ്ടാമതൊരിക്കൽ ബാറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് താല്പര്യം അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ബാറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുക എന്നുള്ളതായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ. പക്ഷേ വേഗത്തിൽ അവർ സ്കോർ ചെയ്യുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ ഈ മാച്ചിൽ ഇന്ത്യ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വട്ടാണോ എന്ന് ചോദിക്കേണ്ട, ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാച്ചസ് ഇന്ത്യ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കേപ്പബിലിറ്റിയും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കും അല്ലെങ്കിൽ ബോളേഴ്സിനും ഉണ്ട്. പ്രത്യേകിച്ചും 5ാം ദിവസത്തിലെ സ്പിന്നേഴ്സിന് ഇപ്പോൾ തന്നെ വെച്ച് നന്നായിട്ട് സ്പിന്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാളെ ഇന്ത്യൻ ബാറ്റിംഗ് ദുഷ്കരമാക്കും അവരുടെ സ്പിന്നർ. പക്ഷേ എങ്കിലും 5ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും സ്പിന്നേഴ്സിനെ കളിക്കാനായിട്ട്. ഇന്ത്യൻ സ്പിന്നേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യക്ക് ഈ മാച്ചിലേക്ക് തിരിച്ചു വരാൻ ഒരു 10% ചാൻസ് ഉണ്ട്. അത് ഇന്ത്യ യൂസ് ചെയ്യട്ടെ. നാളത്തെ ദിവസം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ എന്തായാലും ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ അപ്രോച്ച് എന്താണ്, ഡിഫെൻസീവ് ആയിരിക്കുമോ? ഡിഫെൻസീവ് ആണെന്നുണ്ടെങ്കിൽ കളി കൈവിട്ടു എന്ന് തന്നെ കൂട്ടിക്കും. പക്ഷേ ഇന്ത്യ പോസിറ്റീവായിട്ട് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ, ഈ മാച്ച് ജയിക്കണമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനും ഇന്ത്യൻ ടീമും കളിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.